الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന, അതിലൂടെ മരണപ്പെടുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരായി തീരുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹിജ്റയുടെ ഒരു വർഷം കൂടി പിന്നിട്ടു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. 1446 കഴിഞ്ഞു 1447 കടന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ അതുല്യമായ ഒരു സംഭവം, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവമാണല്ലോ ഹിജ്റ. ആ ഹിജ്റയുടെ പേരിലാണ് നമ്മുടെ വർഷം, നമ്മുടെ കലണ്ടർ. 12 മാസം മുഹറം മുതൽ ദുൽഹിജ്ജ വരെ അങ്ങനെയാണല്ലോ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒപ്പം അതിനുള്ള ശ്രേഷ്ഠതയും എന്താണ് എന്ന് ഒരു ചെറിയ വിശകലനം മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വെടിയുക, ഉപേക്ഷിക്കുക, വിട്ടുപോവുക എന്നൊക്കെയാണ്. നമ്മൾ സാധാരണ നല്ല മലയാള ഭാഷയിൽ പലായനം ചെയ്യുക എന്ന് പറയാറുണ്ട്. പിറന്ന നാടും വളർന്ന വീടും നേടിയ സമ്പത്തും
എല്ലാം ഉപേക്ഷിച്ച് ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ പ്രചാരണത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിന് വേണ്ടി അതിന് സൗകര്യമുള്ള നാട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഹിജ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാങ്കേതികമായ അതിൻ്റെ ആശയം. പ്രവാചകന്മാരുടെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ മിക്ക പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ ഹിജ്റ നമുക്ക് കാണാം. അവർ ജനിച്ച നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് ഒന്നുകൂടി സുസജ്ജമായി ആദർശം പ്രബോധനം ചെയ്യാനുള്ള സൗകര്യം അന്വേഷിക്കുകയായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം. വളരെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജന്മനാട് വിട്ടുപോയതും നമുക്കറിയാം. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ടുണ്ട്. ഇങ്ങനെ മിക്ക പ്രവാചകന്മാരും അവരവരുടെ നാട്ടിൽ നിന്ന് ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി നാട് വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും പ്രവാചകന്മാർ നാട് വിട്ടു പോകുമ്പോൾ അവരുടെ ഒപ്പം ആ വിശ്വാസികളും കൂടുക എന്നുള്ളത് തർക്കമില്ല, അവരും പോയിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ വന്നു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ആ ഹിജ്റ ചെയ്യേണ്ടി വന്നു. അത് നിർബന്ധിതമായി വരുന്ന അവസ്ഥയാണ്. ഒരിക്കലും ഹിജ്റ എന്ന് പറയുമ്പോൾ ഒരു ഒളിച്ചോട്ടമോ ഒരു മാറി നിൽക്കലോ ഒന്നുമായി നമ്മൾ കാണരുത്. ആ പ്രയോഗമേ ശരിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചേ പ്രവാചകന്മാർക്ക് വർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതേ അവർ ചെയ്യാറുള്ളൂ. അതിന് വിരുദ്ധമായി ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രയാസം അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള വലിയ ഉദാഹരണമാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു പോക്കായിരുന്നില്ല. അതിന്റെ ഫലം വളരെ ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തി എന്ന് നമുക്കറിയാം. ഇപ്പം പരിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു നോക്കിയാൽ ഈ ഹിജ്റയുമായി ബന്ധപ്പെടുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, ഒന്നുകിൽ ഹാജറു എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ യഹുജുർ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ യുഹാജർ എന്ന വാക്ക്, മുഹാജർ എന്നുള്ള വാക്ക്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏതാണ്ട് 15ഓളം ഇടങ്ങളിൽ, 15ലധികം സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഇത് എന്തോ ഒരു പ്രാധാന്യമുള്ള ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ താൻ വിശ്വസിക്കുന്ന വിശ്വാസം വെച്ചു പുലർത്താനും പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനും ഒരു നാട്ടിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എങ്കിൽ ആ നാട്ടിൽ നിൽക്കാതെ പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഈ വചനങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് സൂറത്തുൻ നിസായിലെ 100ാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത് ആദ്യം നിങ്ങളെ. അതിന്റെ അർത്ഥം വമൻ യുഹാജിർ ഫീ സബീലില്ലാ. ഈ ഹിജ്റ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാവുക എന്നുള്ളതാണ്. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. അള്ളാഹുവിന്റെ കലിമത്ത് ഏറ്റവും ഉന്നതമായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബദ്ധപ്പാടാണ്, യാത്രയാണ്. അതുകൊണ്ടാണ് ഫീ സബീലില്ലാ എന്നുള്ള പ്രയോഗം. അല്ലാതെ തോന്നിയ മാതിരി ഈ നാട് പറ്റൂല, അതുകൊണ്ട് ഞാൻ വേറൊരു നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഓടാനും പോകാനും ഒന്നും ആർക്കും സ്വാതന്ത്ര്യമില്ല. അതിന് ഹിജ്റ എന്ന് പറയാനും കഴിയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഹിജ്റ ചെയ്യുകയാണ് എങ്കിൽ, പലായനം ചെയ്യുകയാണ് എങ്കിൽ, സ്വദേശം വെടിഞ്ഞു പോവുകയാണ് എങ്കിൽ അതിന് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു, യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറ വസഅ. ഭൂമിയിൽ അവർക്ക് എമ്പാടും അഭയസ്ഥാനങ്ങളും അതുപോലെ തന്നെ വിശാലമായ ജീവിത സൗകര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന. നബിയുടെ ഹിജ്റ നമ്മൾ എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി. പിന്നെ പറയുന്നത് എന്താ?
അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഒരാൾ അയാളുടെ ഭവനത്തിൽ നിന്ന് ഹിജ്റ പോവുകയാണ് എങ്കിൽ സുമ്മ യുദ്രിക്കുഹുൽ മൗതു, ആ പോക്കിൽ അയാൾക്ക് മരണം പിടികൂടുകയാണ് എങ്കിൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, ആ ഹിജ്റയുടെ പ്രതിഫലം പൂർണ്ണമായും അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു, സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. എത്തിയില്ല ലക്ഷ്യസ്ഥാനത്തേക്ക്, അതിനിടയിൽ മരണപ്പെട്ടു പോയി. എന്നാൽ ആ ഹിജ്റ ലക്ഷ്യം വെച്ച് പോയ ഏത് നാടോ ആ നാടിലെത്തിയതും അനന്തരമായി എന്തൊക്കെയാണോ അതിന്റെ ഒക്കെ പ്രതിഫലത്തിന് ഈ മരണപ്പെട്ടവൻ അർഹനാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് ആ വചനം അവസാനിപ്പിക്കുന്നത് വകാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വചനവും കൂടി, അത് സൂറത്തുൻ നഹൽ, 2 വചനവും കൂടി, അത് സൂറത്തുൻ നഹലിലെ വചനങ്ങളാണ്. അതിങ്ങനെയാണ്, ഒന്നും കൂടി ഇഹലോകത്ത് അതിന് കിട്ടുന്ന നേട്ടവും പരലോകത്ത് ലഭിക്കുന്ന നേട്ടവും ഒരുമിച്ച് പറയുന്ന വചനങ്ങളാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ പോകുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളും കൂടി അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത് വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു, വെറുതെ ഹിജ്റ പോവുകയല്ല. വല്ലദീന ഹാജറു, ഹിജ്റ പോകുന്നവർ, ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആ മാർഗത്തിൽ ഹിജ്റ പോകുന്നവൻ എപ്പോഴാ പോവുക? മിൻ ബഅദി മാ ളുലിമു, അവർ അക്രമത്തിന് ഉപദ്രവത്തിന് വിധേയരാക്കപ്പെട്ടതിന് ശേഷം, മർദ്ദനം അനുഭവിച്ചതിന് ശേഷം, ആ ദീനിനു വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടി മർദ്ദനം അനുഭവിച്ചതിന് ശേഷം ആണ് ഹിജ്റ പോകുന്നത് എങ്കിൽ ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന, ഇഹലോകത്ത് എല്ലാ നന്മയും അവർക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും. ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന വല അജ്റുൽ ആഖിറതി അക്ബർ, പരലോകത്തെ പ്രതിഫലം വളരെ വലുതാണ്. ലൗ കാനൂ യഅലമൂന, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അതിനെന്ത് വേണം? 2 സ്വഭാവം വേണം. ഒന്ന്, അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, നല്ല ക്ഷമ വേണം, തവക്കുലും വേണം. എങ്കിലേ ഇത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അക്ഷമരായിട്ടോ അതുപോലെ തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും പോകാതിരിക്കുകയോ ചെയ്താൽ ഈ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയില്ല. അപ്പം ഇഹലോകത്ത് നല്ല അവസ്ഥ അള്ളാഹു സംജാതമാക്കി കൊടുക്കും, പരലോകത്ത് വലിയ പ്രതിഫലവും കൊടുക്കും ഇങ്ങനെ പോകുന്നവർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വചനങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. ഒരുപാട് വചനങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇനി ഞാൻ സൂചിപ്പിച്ചു പ്രവാചകന്മാരും മിക്ക ആളുകളും ഹിജ്റ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ നമുക്ക് 2-3 ഹിജ്റകൾ പ്രവാചകന്റെ ചരിത്രത്തിലും സഹാബത്തിന്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പ്രധാനമായിട്ടും 2 കാണാം. ഒന്ന്, തായിഫിലേക്കുള്ള ഹിജ്റയാണ്. അത് വിശദീകരിക്കുന്നില്ല. ഏതൊരു ലക്ഷ്യത്തോടു കൂടി നാട് വിട്ട് തായിഫിലേക്ക് പോയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായി വർത്തിച്ചിരുന്ന അബൂ താലിബും അതേപോലെ തന്നെ സന്തത സഹചാരിയായിരുന്ന സഹധർമ്മിണിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വഫാത്തിന് ശേഷം ഖുറൈശികൾ ഉപദ്രവവും പീഡനങ്ങളും അക്രമങ്ങളും പരമാവധി ശക്തിപ്പെടുത്തിയപ്പോൾ, എന്നാൽ തന്റെ കുടുംബ ബന്ധമുള്ള സഖീഫ് ഗോത്രക്കാർ തായിഫിലുണ്ട്, എന്തെങ്കിലും ഒരു സഹായം അവർ ചെയ്യും എന്ന് വിചാരിച്ചുള്ള ഒരു പോക്കായിരുന്നു തായിഫിലേക്കുള്ള പോക്ക്. പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു കാര്യം. അവരാട്ടി ഓടിച്ചു, കല്ലെറിഞ്ഞു, പ്രവാചകന്റെ ശരീരത്ത് നിന്ന് രക്തം വാർന്നൊഴുകി, അബോധാവസ്ഥയിലായി. മലക്കുകൾ വരുന്നു, അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നു. വേണ്ട, അവരിൽ നിന്നൊരു തലമുറ ഈ ആദർശം ഉൾക്കൊണ്ടവർ വന്നേക്കാം, അവർക്ക് പുറത്തു കൊടുക്കുക എന്ന് പ്രാർത്ഥിക്കുന്ന വിശാല ഹൃദയനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നമ്മൾ കാണുകയാണ്. വലിയൊരു ചരിത്രമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ് ഒന്ന്. പിന്നെ നബിയുടെ സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മദീനയിലേക്കുള്ള യഥരിബിലേക്കുള്ള ഹിജ്റയ്ക്ക് പുറമെ വേറെ 2 സന്ദർഭങ്ങളിൽ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അബിസീനയിലേക്കാണ് 2 സന്ദർഭങ്ങളിലായി പോയത്. അതിൽ ഒന്നാമത്തെ ഹിജ്റ അബിസീനയിലേക്കുള്ള ഒന്നാമത്തെ ഹിജ്റയാണ്. ആ ഹിജ്റയിൽ 15 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്.
ആ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകളായ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടുന്ന ഒരു സംഘമാണ് ഒന്നാമത് അബിസീനയിലേക്ക് പോയത്. അബിസീനയിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്ത ഒരു വാചകമുണ്ട്, നിങ്ങൾ പോവുക. അങ്ങനെ നിങ്ങൾ അബിസീനിയ എന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവ് ആരോടും മർദ്ദനമോ അക്രമമോ അരാജകത്വമോ ഒന്നും കാണിക്കാത്ത നല്ല ഒരു മനുഷ്യനാണ്. ആ നാട് സത്യസന്ധതയുടെ നാടാണ്. നിങ്ങൾക്ക് അല്ലാഹു സന്തോഷാവസ്ഥ പ്രദാനം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അവിടെ കഴിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബിസീനിയയിലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ 3 മാസം അവരവിടെ കഴിച്ചുകൂട്ടി. ആ 3 മാസത്തിനിടയിൽ മക്കയിൽ കുറെ അധികം പുരോഗതികൾ, ആളുകൾ കൂടുതൽ ഇസ്ലാമിലേക്ക് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധീരന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളായി മാറി. ഒരു എഴുന്നേറ്റ് നിൽക്കാവുന്ന ഒരു അവസ്ഥ തോന്നിയ സന്ദർഭത്തിൽ അവർ മടങ്ങിപ്പോന്നു. പിന്നീട് വീണ്ടും അബിസീനയിലേക്ക് ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തന്റെ അനുചരന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. അതിൽ ഈ നേരത്തെ പറഞ്ഞത് 15-ൽ നിന്ന് അത് 83 പുരുഷന്മാരും 15 സ്ത്രീകളുമായി ഉയർന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ഹിജ്റ പോകുന്നു. അതും ഹിജ്റ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകലാണ്. അത് നബി പോയിട്ടില്ല, സഹാബത്ത് മാത്രമേ ഉള്ളൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് തായിഫിലേക്കാണ് പോയത്. അപ്പൊ ഈ അബിസീനയിലേക്ക് രണ്ടാമത് പോയി കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ പിന്നാലെ കുറെ ആൾക്കാരെ ഈ രാജാവിന്, നജ്ജാശി രാജാവിന് സമ്മാനവുമായി പിന്നാലെ വിട്ടു. എന്നിട്ട് നജ്ജാശി രാജാവിന്റെ അടുക്കൽ ചെന്ന് അവർ ഒരുപാട് ആരോപണങ്ങൾ ഈ വന്നവരെ കുറിച്ച് പറഞ്ഞു. അവര് ഞങ്ങളുടെ കാക്കകാരണവന്മാരെ തള്ളിപ്പറയുന്നു, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കുന്നു എന്നൊക്കെയുള്ള ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ലാതെ വേറൊരു കുറ്റവും അവരെ കുറിച്ച് പറയാനില്ല. അവര് കളവ് പറഞ്ഞെന്നോ അവര് ചതിച്ചെന്നോ വഞ്ചിച്ചെന്നോ ആ ജാതി ഒന്നും പറയാനില്ല. ഇത് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ ആയപ്പോൾ ഏതായിരുന്നാലും ഇവരിവിടെ വന്നല്ലോ, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കണ്ണും പൂട്ടി ഒരു സമ്മാനവുമായി കുറെ ആൾക്കാർ ചെന്നപ്പോൾ അതിനോട് വാരിക്കൂട്ടി അടുത്ത് വെച്ചുകൊണ്ട് എന്നാ പറഞ്ഞു വിട്ടേക്ക് അവരെ നാട്ടിൽ നിന്നല്ല നജ്ജാശി രാജാവ് പറഞ്ഞത്. ഇന്നത്തെ ഭരണാധികാരികൾക്കൊക്കെ ഒരുപാട് മാതൃകയുണ്ട്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നാം അയവിറക്കുമ്പോൾ നജ്ജാശി രാജാവ് ചെയ്തെന്താണെന്നറിയുമോ? ഇവരെ വിളിച്ചു. ഈ കുറ്റം ആരോപിച്ച് വന്നവരെ തന്റെ കൊട്ടാരത്തിൽ നിർത്തിക്കൊണ്ട് ആരൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ച് അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ഇരു കൂട്ടരെയും നിർത്തി സംസാരിച്ചു. എന്താണ് പ്രശ്നം? ചർച്ച ചെയ്യും. അപ്പൊ ഓരോന്ന് ഇവര് പറയുന്നു, അതിന് മറുപടി ഇപ്പുറത്ത് പറയുന്നു. ഒരൊറ്റ ആളാണ് ആ മറുപടി മുഴുവൻ പറഞ്ഞത്. അത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് മക്കയിൽ നിന്ന് ആ അബിസീനിയയിലേക്ക് എത്തിയിരിക്കുന്ന മുസ്ലിം സംഘത്തിന് വേണ്ടി സംസാരിക്കുന്നത്. നല്ല സംസാര ചാതുര്യമുള്ള ആളായിരുന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഓരോന്നിനും മറുപടി പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അവസാനം നജ്ജാശി ചോദിച്ചു, ഖുർആനെ കുറിച്ചാണല്ലോ ഇവർ പറയുന്നത്, എന്താണ് ഈ ഖുർആൻ? എന്താണ് നിങ്ങൾ കേട്ടത്? എന്താണ് നിങ്ങൾ പഠിച്ചത്? എനിക്കൊന്ന് ഓദിത്താന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓരോ സന്ദർഭത്തിൽ യുക്തപൂർണമായി എവിടെ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു സന്ദേശമാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്, അൽ ബഖറയുണ്ട്, ഒരുപാട് അധ്യായങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. അതിലേക്കൊന്നും പോയില്ല. ഈ ചോദിച്ചത് നജ്ജാശിയാണ്. നജ്ജാശി ക്രൈസ്തവ രാജാവാണ്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്തു മറിയമാണ് ഓതി കേൾപ്പിച്ചത്. സൂറത്തു മറിയം ഇങ്ങനെ ഭംഗിയായി ഓതി കേൾപ്പിച്ചു. അതിലുണ്ടല്ലോ ഈസാ നബിയുടെ ചരിത്രം, വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് ഓതി കേൾപ്പിച്ച് ഈ ഓതല് കേട്ടിട്ട് ആദ്യമായി കേൾക്കുകയാണ് നജ്ജാശി രാജാവ് ഈ ഖുർആനിലെ വചനങ്ങൾ. പക്ഷേ സൂറത്തു മറിയമിലെ ആകർഷണീയമായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ട് അതിലങ്ങോട്ട് മുഴുകി നജ്ജാശി രാജാവ് അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകി. നീണ്ട താടിയുള്ള ആളായിരുന്നു നജ്ജാശി എന്നാണ്. ആ താടി രോമം മുഴുവൻ നനച്ച് താഴെ കണ്ണീർ തുള്ളികൾ വീഴുന്നു. എന്താ അവിടെ സംഭവിച്ചത്? എന്താ അവിടെ സംഭവിച്ച്? നജ്ജാശി രാജാവ് മുമ്പ് ഖുർആൻ ഓതിയിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ പറയുന്ന സന്ദേശം
ഇവര് മുഹമ്മദ് നബിയെ കുറിച്ചും മുഹമ്മദ് നബി കൊണ്ടുവന്ന ആദർശത്തെ കുറിച്ചും അത് ഉൾക്കൊണ്ട ഈ ആളുകളെ കുറിച്ചും ആരോപണവും വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടവരുടെ പിന്നാലെ വന്ന് അവരെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന ആളുകളുടെ മുന്നിൽ വെച്ച് കരയുകയാണ്. കരഞ്ഞിട്ട് അവസാനം നജ്ജാശി രാജാവ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? മറിയമിന്റെ പുത്രൻ ഈസയുടെയും ഈ പാരായണം ചെയ്തതിന്റെയും ഉറവിടം ഒന്ന് തന്നെയാണ്. ഞാൻ ഇവരെ വിട്ടുതരില്ല, ഞാൻ ഇവരെ വിട്ടുതരില്ല. അങ്ങനെ ഖുറൈശികൾ നിരാശരായി മടങ്ങി, അവരവിടെ കഴിച്ചു. ഇതാണ് ഖുർആന്റെ മാസ്മരികത, ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളുടെ ആകർഷണീയത. നമ്മൾ എത്ര ഓതുന്നു പ്രിയമുള്ളവരെ? ഏതെങ്കിലും ഒരു വചനത്തിൽ എന്റെയോ നിങ്ങളുടെയോ മനസ്സൊന്ന് ഉടക്കാറുണ്ടോ? ഒന്ന് നിൽക്കാറുണ്ടോ അല്പസമയം? എന്നിട്ടല്ലേ കരയല്? ഇതാണ് നജ്ജാശി രാജാവുമായി നടന്ന സംഭവം. ആയിക്കോട്ടെ, അതാണ് ആ ഹിജ്റ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഖുറൈശികൾ മക്കയിൽ അവരുടെ അക്രമവും ഉപദ്രവവും പരമാവധി ശക്തിപ്പെടുത്തിക്കൊണ്ടു പോകുമ്പോൾ ഇനി ഈ നാട് തന്റെ ആദർശ പ്രബോധനത്തിന് പര്യാപ്തമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പോകാം മദീനയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് നടന്നങ്ങോട്ട് പോവുകയല്ല ചെയ്തത് കേട്ടോ. ഒരു സംഗതി വിജയിക്കണമെങ്കിലും ആ ലക്ഷ്യം നേടണമെങ്കിലും അതിനുവേണ്ടി ഒരുമ്പെടുമ്പോൾ ഒരുപാട് പ്ലാനിങ്, ഒരുപാട് ആസൂത്രണം, ഒരുപാട് പദ്ധതികൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീങ്ങിയാലേ വിജയം കൊയ്തെടുക്കാൻ കഴിയൂ എന്ന് ഹിജ്റയിലെ ഓരോ സംഭവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത്. ഒരു അന്ധമായി ഇറങ്ങിപ്പോകലല്ല, ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, തവക്കുലിന്റെ പേര് പറഞ്ഞൊരു ഓട്ടമായിരുന്നില്ല. മറിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഓരോന്നും പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയാനുണ്ട് അത്തരം കാര്യങ്ങൾ. നോക്കുക നിങ്ങൾ, ഈ മദീനയുടെ പേര് ആദ്യം യഥ്രിബ് എന്നായിരുന്നു. സൂറത്തു അഹ്സാബിലെ 13-ാമത്തെ വചനത്തിൽ യാ അഹ്ല യഥ്രിബ ലാ മുഖാമ ലക്കും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട ആ ചരിത്രം പറയാൻ തുടങ്ങിയ ഇത് തീരൂല. അപ്പൊ ഇതാണ് ആ വചനം, യാ അഹ്ല യഥ്രിബ ലാ മുഖാമ ലക്കും. സൂറത്തു അഹ്സാബിലെ 13-ാമത്തെ വചനത്തിലാണ് വിശുദ്ധ ഖുർആനിൽ യഥ്രിബ് എന്ന നാടിന്റെ പേര് വരുന്നത്. ആ യഥ്രിബിലേക്കാണ് പ്രവാചകൻ പോകുന്നത് എന്ന് ഇപ്പം മനസ്സിലാക്കുക. പിന്നെ മദീന എന്നായി മാറുകയാണ്. അത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് വേളയിൽ ഈ യഥ്രിബിൽ നിന്ന് വന്ന കുറച്ചാൾക്കാരെ പരമരഹസ്യമായി കണ്ടു. അവർ 6 പേരുണ്ടായിരുന്നു. ആ 6 പേരെ പരമരഹസ്യമായി കണ്ട് ഇസ്ലാമിന്റെ ആദർശ വിഷയങ്ങൾ, ഇസ്ലാം എന്താണെന്നും തൗഹീദ് എന്താണെന്നും ഒക്കെ വ്യക്തമാക്കി, തന്റെ ലക്ഷ്യം എന്താണെന്നും താൻ പറയുന്നത് എന്താണെന്നും ഒക്കെ കൃത്യമായി ആ 6 പേരെ ബോധ്യപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു വിട്ടു. അടുത്ത വർഷം ഹജ്ജ് സന്ദർഭമായപ്പോൾ അവിടെ നിന്ന് വേറെ കുറച്ചാളുകൾ വന്നു. വീണ്ടും ഏതാണ്ട് 12 പേരോളം ഉണ്ടായിരുന്നു ആ വന്നവരിൽ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, യഥ്രിബിൽ 2 പ്രധാന ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഗോത്രത്തിന്റെ പേര് ഔസ്, മറ്റേ ഗോത്രത്തിന്റെ പേര് ഖസ്റജ്. ഇവർ രണ്ടും തമ്മിൽ കുടിപ്പകയായിരുന്നു, ഒരിക്കലും യോജിക്കൂല. ഈ 2 വിഭാഗവും തമ്മിലുണ്ടായിരുന്ന സംഘർഷം പ്രവാചകൻ അവസാനിപ്പിച്ച് ഒന്നാക്കി എന്നുള്ളത് പ്രവാചകൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമായി മദീനക്കാർ അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഖസ്റജിൽ നിന്നുമാണ് ഈ ആൾക്കാർ വരുന്നത്. ഈ നേരത്തെ വന്ന 6 പേര് ഖസ്റജിൽ നിന്നാണ്. ഇപ്പൊ ഖസ്റജിൽ നിന്ന് 10 പേരും ഔസിൽ നിന്ന് 2 പേരുമായി 12 പേരാണ് അടുത്ത വർഷം വരുന്നത്. പ്രവാചകൻ ഈ 12 പേരുമായി ആശയവിനിമയം നടത്തി. എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചു കൊടുത്തു. അവർ ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ അടുക്കൽ സംസാരിച്ച സ്ഥലമാണ് അഖബ എന്ന് പറയുന്ന സ്ഥലം. അഖബയിൽ വെച്ച് പ്രവാചകനുമായി ആശയവിനിമയം നടത്തിയത് കൊണ്ട് അതിനൊരു പേര് വന്നു, അഖബ ഉടമ്പടി 1 എന്ന പേരാണ് അതിനെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അഖബയിൽ ഈ സംസാരം കഴിഞ്ഞു, അവർ തിരിച്ചുപോയി. പോകുന്ന സന്ദർഭത്തിൽ ഈ സന്ദേശം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒരാളിനെ ഞങ്ങളുടെ ഒപ്പം വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവ സഹാബിയായിരുന്ന, ധീരനായിരുന്ന, ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളതിന്റെ പേരിൽ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട അവസാനം കഫം പുടവ പോലും ഇല്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സഹാബി വര്യനായ മുസ്അബ് ഇബ്നു ഉമൈർ
റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിടുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു യസ്രിബിലെത്തി എല്ലാ വീടുകളിലും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു. അതോടുകൂടി അവിടെ നിന്ന് പലരും ഉസൈദ് ഇബ്നു ഹുദൈറിനെ പോലെയുള്ള, സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ള ഔസിന്റെയും ഖസ്റജിന്റെയും ഗോത്ര തലവന്മാരൊക്കെ ഈ ആശയം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അടുത്ത വർഷം വീണ്ടും അവർ ഹജ്ജിന് വന്നു. അന്ന് 62 ഔസ് ഗോത്രവും 11 ഖസ്റജ് ഗോത്രവും ഉൾപ്പെടെ ഏതാണ്ട് 73ഓളം പേര് രണ്ടാമത്തെ തവണ വന്നു. പ്രവാചകനുമായി രഹസ്യമായി ആശയവിനിമയം നടത്തി. കാരണം ഖുറൈശികൾ അറിഞ്ഞാൽ ഈ വന്നവർക്ക് പോലും നിക്കക്കള്ളി ഉണ്ടാവൂല. അതുകൊണ്ട് രഹസ്യമായി ആശയവിനിമയം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശം പകർന്നു കൊടുത്തു. അവർ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങും അങ്ങയുടെ ഒപ്പമുള്ള ആളുകളും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നാടായ യസ്രിബിലേക്ക് നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ ജീവൻ നൽകിയും നിങ്ങളെ സംരക്ഷിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങൾ എങ്ങനെ കാത്ത് സംരക്ഷിക്കുന്നുവോ അതുപോലെ ഞങ്ങൾ കാത്ത് സംരക്ഷിക്കും, പോന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് അവർ പിരിഞ്ഞുപോയത്. ഇത് 2ാം അഖബ ഉടമ്പടി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യം പ്രവാചകൻ എന്ത് ചെയ്തു? ഒരാളുമില്ലാത്ത നാട്ടിലേക്ക് അങ്ങോട്ട് വെറും പോക്ക് പോവുകയല്ല ചെയ്തത്, മറിച്ച് അവിടെ ഒരു കളമൊരുക്കി. ആൾക്കാരെ, ഈ ആദർശം ഉൾക്കൊള്ളുന്ന കുറച്ച് ആൾക്കാരെ അവിടെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സഹാബത്തിനോട് പറഞ്ഞു, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം സഹാബത്താണ് പോകുന്നത്. ഈ വിവരം ഖുറൈശികൾ മണത്തറിഞ്ഞു, തടഞ്ഞു. പലരെയും തടയാൻ നോക്കി, പലരെയും ഉപദ്രവിച്ചു, ബുദ്ധിമുട്ടിച്ചു. ഭാര്യയും ഭർത്താവും പോയെങ്കിൽ ഭർത്താവിനെ പിടിച്ചു വെച്ചിട്ട് ഭാര്യയെ മാത്രം വിട്ടു, അല്ലെങ്കിൽ ഭാര്യയെ പിടിച്ചു വെച്ചിട്ട് അങ്ങനെ ഭാര്യയും ഭർത്താവിനെയും വേർതിരിച്ച് പ്രയാസം സൃഷ്ടിച്ചു. ഇതൊന്നും അവിടെ വിലപ്പോയില്ല. ഓരോരുത്തരോട്, നിങ്ങളൊക്കെ ഇവിടെ വന്ന് സമ്പാദിച്ചത് ഇവിടെ നിന്നാണ്, ഈ സമ്പത്ത് മുഴുവൻ ഇവിടെ ഇട്ടു പോകണം, അല്ലാതെ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, പിടിച്ചോ, ഇവിടുന്നുണ്ടാക്കിയ സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ആദർശം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി പോകാൻ തുടങ്ങി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ അനുമതി കിട്ടാതെ പോകാൻ കഴിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അനുമതി കാത്തുകൊണ്ട് നിൽക്കുന്നു. പോയ കൂട്ടത്തിൽ, സഹാബികളുടെ കൂട്ടത്തിൽ മിക്കവരും പോയി. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പോലെ ഉള്ളവർ പോയില്ല. അവരൊക്കെ പിന്നീടാണ് പോയത്. അബൂബക്കറിന് ഭയങ്കര തിരക്ക്. കാരണം ഹിജ്റയുടെ പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന ഭയം. പ്രവാചകന്റെ അടുക്കൽ പലപ്പോഴും ചെന്ന്, എനിക്ക് പോകണ്ടേ, ഞാൻ പോകണ്ടേ എന്ന് പറയുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറുപടി കൊടുത്തു, നിന്റെ കൂടെ ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു കൂട്ടുകാരൻ ഉണ്ടാകും, ആ കൂട്ടുകാരനെയും കൂട്ടി നിനക്ക് പോകാം. ഇതായിരുന്നു പ്രവാചകന്റെ മറുപടി. അത് കേട്ടുകൊണ്ട് ആ കൂട്ടുകാരൻ ആരായിരിക്കുമെന്ന് അപ്പൊ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിച്ചെടുത്തു. അതുകൊണ്ട് സന്തോഷത്തോടെ കാത്തുനിന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി വന്നപ്പോൾ പോകാനുള്ള ഒരുക്കം നടത്തി. ഒരുക്കങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ചെറിയ ഒരുക്കങ്ങളല്ല നടത്തിയത്. ആദ്യം തീർച്ചയായും പോകുന്നു എന്ന വിവരം അറിഞ്ഞാൽ ഖുറൈശികൾ ചുറ്റും കൂടും, കൊല്ലും, അതിന് ശ്രമിക്കും, സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ താൻ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഒരാളിനെ കിടത്തി ഉറക്കി, എന്നിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ കിടന്നുറങ്ങിയത് യുവാവായിരുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖുറൈശികൾ റസൂല് ഭയപ്പെട്ടതുപോലെ തന്നെ, കരുതിയതുപോലെ തന്നെ അവിടെ വാളുവായിട്ട് ആ വീടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, പ്രവാചകൻ താമസിച്ച വീടിന്റെ മുമ്പിൽ തന്നെ. പക്ഷേ അള്ളാഹു പ്രവാചകനെ അവിടെ നിന്ന് ഈ വന്നു കൂടി നിൽക്കുന്ന ആളുകളുടെ മുഴുവനും കണ്ണുകളെ അന്ധമാക്കിക്കൊണ്ട്, ഒരിക്കലും വിചാരിക്കേണ്ട പ്രവാചകൻ വീടിന്റെ പിൻവാതിലൂടെ പോയി എന്ന് വിചാരിക്കരുത്. ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചത്. പ്രവാചകൻ ഇവര് കാത്തിരിക്കുന്നതിന്റെ മുമ്പിലൂടെയാണ് പോയത്. അതിനു മുമ്പ് അനുയായികൾ ഇങ്ങനെ പോയാൽ, യസ്രിബിൽ എത്തിക്കഴിഞ്ഞാൽ മുഹമ്മദ് അവിടെ ചെന്ന് വലിയ മനുഷ്യനായി മാറും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി ഖുറൈശികൾ ദാറുൻ നദ്വയിൽ യോഗം കൂടി. ആ യോഗം കൂടിയിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിലെ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വയദി യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. സൂറത്തു അൻഫാലിലെ 30-ാമത്തെ വചനം ഖുറൈശികളുടെ ആലോചനയാണത്. എന്താണ് ആലോചന? എന്ത് വേണം ഈ മുഹമ്മദിനെ? അപ്പോൾ ചിലർ പറഞ്ഞു, നമുക്കവനെ ബന്ധനസ്ഥനാക്കാം, നിന്നെ ബന്ധനസ്ഥനാക്കാം.
അപ്പോൾ ചിലർ പറഞ്ഞു അത് പറ്റൂല, ബന്ധനസ്ഥനാക്കി കഴിഞ്ഞാൽ മുഹമ്മദിന്റെ അനുയായികൾ വന്ന് ബഹളമുണ്ടാക്കി അവനെ ഇറക്കിക്കൊണ്ടുപോകും, അത്ര സ്വാധീനമുള്ളവനാണ് അവൻ, അതുകൊണ്ട് അവനെ അങ്ങനെ പറ്റൂല. പിന്നെയോ നാട് കടത്താൻ. അപ്പൊ പറഞ്ഞു നാട് കടത്തിയാലുള്ള ദുര്യോഗം, ആ നാട്ടിലെത്തിയിട്ട് മുഹമ്മദിന്റെ മാസ്മരികമായ സംസാരം കേട്ടിട്ട് ആളുകൾ മുഹമ്മദിന്റെ പിന്നാലെ കൂടും, പിന്നെ അവരെല്ലാരും കൂടി വന്ന് നമ്മളെ ഉപദ്രവിക്കും. അത് വേണ്ട. പിന്നെന്ത് വേണം? തട്ടിക്കളയുക, കൊന്നുകളയുക. ആ കൊലപാതകം എങ്ങനെ ആയിരിക്കണം? ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ചെയ്യേണ്ടത്, മറിച്ച് എങ്ങനെ ചെയ്യണം? എല്ലാ ഗോത്രങ്ങളിലെയും ഓരോ യുവാക്കന്മാർ ഒരുമിച്ച് ഒറ്റ സമയത്ത് മുഹമ്മദിനെ വെട്ടുക. അപ്പോൾ പ്രായച്ചിത്തം ചോദിക്കാൻ എല്ലാരോടും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള തീരുമാനം ഇത് പറഞ്ഞത് ആരാണെന്നറിയുമോ? സാക്ഷാൽ അബൂജഹലാണ് ഈ അഭിപ്രായം പറഞ്ഞത്. അങ്ങനെയാണ് വീട് വളയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ മുൻഭാഗത്തിൽ എന്ന് ഖുർആൻ പറഞ്ഞ ആ തത്വമാണ് അവിടെ നടന്നത്. അള്ളാഹു അവരെ അന്ധരാക്കി, കണ്ണു കാണാൻ വയ്യാത്ത ഒരു മയക്കത്തിലേക്കാക്കി പ്രവാചകൻ അവരുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. രാവിലെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, പക്ഷെ എഴുന്നേറ്റ് വന്നത് അലിയാണ്. ഇപ്പൊ മനസ്സിലായി മുഹമ്മദ് നാട് വിട്ട്. എന്നാ പിന്നെ നേരെ അങ്ങ് മദീനയിലേക്ക് നടക്കുകയാണോ ചെയ്തതല്ല. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് വാഹനം സജ്ജമാക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. ഇന്ന സമയത്തോളം എത്തും എന്ന് പറഞ്ഞു. ആ വാഹനം യാത്ര മുന്നോട്ട് പോകാൻ മദീനയിലേക്കുള്ള വഴി അറിയാവുന്ന ഏറ്റവും നല്ല ഒരാളിനെ പിന്നെ ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അരീഖത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്ക്, ഒരു ബഹുദൈവ വിശ്വാസി, മുസ്ലിം പോലുമല്ല, അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. വഴി നന്നായിട്ടറിയാം, വേഗം മദീനയിൽ എത്തിക്കുമെന്നുള്ള നിലയിൽ. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മറ്റു കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുടെ ഓരോ ദിവസത്തെ വിവരങ്ങളും മനസ്സിലാക്കി പിന്നെ പ്രവാചകന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിനെ ചുമതലപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റൊരു ആട്ടിടയനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ആമിർ ഇബ്നു ഫുഹൈർ എന്നാണ്. ആമിർ ഇബ്നു ഫുഹൈർ എന്ന് പറയുന്ന ആട്ടിടയനോട് ഇവര് യാത്ര ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവര് സഞ്ചരിച്ച കാൽപാദങ്ങൾ മറച്ചിക്കാൻ വേണ്ടി ആടുകളെയും കൊണ്ട് അതിലേക്ക് വരണമെന്ന് ചുമതലപ്പെടുത്തി. തന്നെയുമല്ല, ഇവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇവർക്ക് രണ്ടാൾക്കും കുടിക്കാനുള്ള പാല് കൊണ്ട് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹയെ അവിടെ ഭക്ഷണം എത്തിക്കാൻ ഏർപ്പാട് ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ നോക്ക്. എന്നിട്ട് നേരെ സാധാരണ മക്കയിൽ നിന്ന് യത്രിബിലേക്ക് തിരിക്കുന്ന വഴി തെരഞ്ഞെടുക്കാതെ മറ്റൊരു വഴി തെരഞ്ഞെടുത്തുകൊണ്ട് പോകുന്ന വഴി ഏതാണ്ട് 5 കിലോമീറ്ററോളം അപ്പുറത്തെത്തിയപ്പോൾ സൗർ എന്ന് പറയുന്ന ഗുഹ, ആ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഒളിച്ചിരിക്കുന്നു 3 ദിവസം. അവിടെയും ഇവരെത്തി, പക്ഷേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് പുറത്തേക്ക് വന്നു, ഈ പറഞ്ഞതൊക്കെ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുതിരയുമായി വരുന്നു. ഇവരെ കാണുന്നു. 100 ഒട്ടകം വാങ്ങിക്കൊടുക്കാനുള്ള പാച്ചിലാണ് അദ്ദേഹത്തിൻ്റെത്. കണ്ടുടനെ ഏതാണ്ട് പ്രവാചകനോടും അബൂബക്കർ സിദ്ദീഖിനോടും അടുത്തെത്തി. ഈ സന്ദർഭങ്ങളിലൊക്കെ തവക്കുലിന്റെ വലിയ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് പ്രവാചകനോട് പറയുന്നു, അല്ലാഹുവിന്റെ ദൂതരെ, ആ ഖുറൈശികളെങ്ങാനും താഴോട്ട് നോക്കിയാൽ, അവരുടെ പാദങ്ങളിലേക്ക് നോക്കിയാൽ എന്നെയും നിങ്ങളെയും കാണും, പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യം, നീ എന്ത് വിചാരിക്കുന്നു? 2 ആളിരിക്കുമ്പോൾ അതിൽ 3-ാമൻ അല്ലാഹു ഉണ്ടെങ്കിൽ നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ അവസ്ഥ വരുമ്പോഴും അബൂബക്കർ ഭയപ്പെടുന്നു. അബൂബക്കറിനെ കുറിച്ചുള്ള ഭയം, നബിയെ കുറിച്ചാണ് പേടി. ഇവർ പിടിച്ചു കൊടുക്കുകയോ കൊല്ലുകയോ ചെയ്താൽ കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്ത. പക്ഷേ ആ കുതിരയുമായി വരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിന് പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഏതാണ്ട് ഒരു 3 കുന്തത്തിന്റെ അകലം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഏതാണ്ട് വളരെ അടുത്ത് എത്തിയ സന്ദർഭത്തിൽ കുതിരയുടെ പള്ള വരെ പൂണ്ടുപോയി താഴേക്ക്. അയാൾക്ക് എഴുന്നേൽക്കാനും പറ്റുന്നില്ല. അവസാനം അവിടെ കിടന്നുകൊണ്ട് കെഞ്ചി സുറാഖത്ത് ബിൻ മാലിക്, ഇല്ല, ഞാൻ കണ്ട വിവരം ആരോടും പറയില്ല, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭയപ്പാട് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ഒരു വചനമുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട, അല്ലാഹു ഉണ്ട് നമ്മളുടെ ഒപ്പം. അതാണ് തവക്കുൽ.
ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇത് വിജയിക്കും എന്ന അങ്ങേയറ്റത്തെ ശുഭപ്രതീക്ഷയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് പോയി. സഹാബത്ത് അതിന് മുമ്പേ യസ്രിബിലെത്തി. അവർ മദീനക്കാർ അവിടെ കാത്തുനിന്നു. 2-3 ദിവസത്തെ വൈകൽ അവരെ ബേജാറാക്കി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാഇ എന്ന് ദഫ് മുട്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി സ്വാഗതം ചെയ്തു, സ്വീകരിച്ചു. അവിടുന്ന് ഇസ്ലാം നേരത്തെ ഞാൻ പറഞ്ഞ യസ്രിബിൽ നിന്ന് 6 പേര് വന്ന ആ സ്ഥലത്ത് നിന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന് മക്കയിലേക്ക് വരുമ്പോൾ, മദീനയിൽ നിന്ന് വരുമ്പോൾ 10,000-ങ്ങളായിരുന്നു പ്രവാചകന്റെ കൂടെ. ഇന്ന് ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഈ ഒരു വലിയ മാറ്റത്തിന് ഈ സംഭവത്തിന് വേദി ഒരുക്കിയ, അല്ലെങ്കിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചരിത്ര സംഭവമാണ് ഹിജ്റ. ആ ഹിജ്റ എങ്ങനെയാണ് നമ്മുടെ കലണ്ടറിലേക്ക് വന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഹിജ്റയുടെ 17ാമത്തെ വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു കലണ്ടറിനെ കുറിച്ചുള്ള ആലോചന നടത്തുന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് തുടങ്ങണം? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്റെ ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പക്ഷേ ഹിജ്റയുടെ 1ാമത്തെ മാസം തുടങ്ങുന്നത് മുഹറം മാസമാണ്. തിരിച്ചറിയണം നമ്മളത്. ഇങ്ങനെ ചരിത്രങ്ങളും ഇങ്ങനെ പലതും പറഞ്ഞു. അവസാനം ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ചിലർ പറഞ്ഞു പ്രവാചകന്റെ ജന്മദിനം എടുക്കാം, വേണ്ട എന്ന് പറഞ്ഞു. പ്രവാചകന് റിസാലത്ത് ലഭിച്ച ആ ദിവസം എടുക്കാം, പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, മരണപ്പെട്ട ദിവസം എടുക്കാം, ഹിജ്റയുടെ മാസം എടുക്കാം എന്ന് പറഞ്ഞു. അതിനും തയ്യാറായില്ല. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയായിരിക്കും ഏറ്റവും നല്ലത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. അങ്ങനെ ഹിജ്റ കലണ്ടറിന്റെ, നമ്മുടെ വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ഹിജ്റ വർഷം എന്നുള്ള പേരിലായി തീർന്നു. പിന്നെ മുഹറം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ മാസം, 1ാമത്തെ മാസം, പവിത്രമായ മാസം. ആ നിലയിൽ മുഹറമിനെ ഒന്നായി എണ്ണി. അത് ജാഹിലിയ്യ കാലത്തും അങ്ങനെ തന്നെയാണ് എണ്ണി വന്നിരുന്നത്. അതുകൊണ്ട് ആ മുഹറം തന്നെ നിലനിർത്തി ദുൽഹജ്ജയോടുകൂടി അവസാനിപ്പിച്ച് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന മാസവും അതേപോലെ തന്നെ പവിത്ര മാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മാസവും എന്നുള്ള നിലയിൽ മുഹറവും അംഗീകരിച്ചു. മുഹറം എന്ന മാസത്തിന് ഒരു അസ്പൃശ്യതയുമില്ല, ഒരു തൊട്ടുകൂടായ്മയുമില്ല. ഏറ്റവും പവിത്രമായ മാസമാണ്. അങ്ങനെയാണ് ഹിജ്റ മുഹറം കൊണ്ട് തുടങ്ങുന്നത്. ഈ 1446 വർഷം പിന്നിട്ട് 1447 എത്തുന്നത് എന്നും വളരെ ചുരുങ്ങിയ രൂപത്തിൽ നാം മനസ്സിലാക്കുക. ഹിജ്റയുമായി കലണ്ടറിനുള്ള ബന്ധം ഇതാണ് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ ഇത്തരം കാര്യങ്ങൾ ശരിയായി ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞങ്ങൾ നിർത്തുന്നു. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായി. ഒന്ന്, കഴിഞ്ഞ 365 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു, മരണത്തിലേക്ക് നമ്മൾ അടുത്തു. ഇതാണ് പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്മളാരും ഇവിടെ ശാശ്വതരല്ല. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ ഔ ആബിറു സബീൽ. ഈ ലോകത്തൊരു വിദേശിയെ പോലെ അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ആവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം. കെടുതികൾ ഉണ്ടായിട്ടുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ വന്നു പോയിട്ടുണ്ടാകും, ഇങ്ങനെ പലതും ഉണ്ടാകും.
അതുകൊണ്ട് ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന നിരാശയുടെ മനസ്സല്ല വേണ്ടത്, മറിച്ച് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ് വേണ്ടത്. ലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു നിരാശയുടെയും ആവശ്യമില്ല. തീർച്ചയായും ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉറപ്പാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഏത് രംഗത്തും നമ്മളെ നിലനിർത്തേണ്ട, ധൈര്യസമേതം മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു സന്ദേശമാണത്. അത് ഇതിലും നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കുണ്ടാകാൻ ശ്രമിക്കുക. അതുപോലെ മാറ്റങ്ങൾക്ക് നാം വിധേയരാകാൻ ശ്രമിക്കുക. അപ്പോൾ അള്ളാഹു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറ്റത്തിന് വിധേയമാകുന്നത് വരെ അള്ളാഹു ഒരു ജനതയിലും മാറ്റമുണ്ടാക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇപ്പൊ മാറ്റേണ്ടതും മാറേണ്ടതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അത് മാറ്റുകയും മാറുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു എപ്പോഴും ആരുടെ കൂടെയാണ് ഉള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹു ഉള്ളത് തഖ്വയുള്ളവരോടൊപ്പമാണ്, അള്ളാഹു ഉള്ളത് നന്മ ചെയ്യുന്നവരോടൊപ്പമാണ്. അപ്പൊ തഖ്വയും ഇഹ്സാനും മുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക, ഉറച്ചു മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. നാം ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട്, ഹിജറയിൽ പാഠങ്ങളുണ്ട്, ഹിജറാനന്തര ജീവിതത്തിൽ പാഠങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസവും ആദർശവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതോടൊപ്പം തന്നെ ഈ മുഹറം എന്ന് പറയുന്ന മാസം പവിത്രമായ മാസമാണ്. അള്ളാഹു ഈ മാസത്തെ അള്ളാഹുവിന്റെ മാസം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസം എന്നാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. റമളാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, ദുൽഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പവിത്രമായ ഈ മാസത്തിൽ അതിന്റെ പവിത്രത കാത്ത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം തീരുമാനിക്കുക, ഉറച്ച് പ്രതിജ്ഞയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ പോരായ്മകളെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമോ അതുപോലെ ജീവിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. വിശ്വാസ ആദർശ രംഗത്ത് അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വെല്ലുവിളികളെ അതിജയിക്കാനുള്ള സാഹചര്യവും അതിനുള്ള സന്ദർഭങ്ങളും തന്റെ ഇടവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഏതൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ ആ നന്മകളൊക്കെ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഫതഹുദ്ദീൻ തങ്ങൾ എന്നാണ്. അദ്ദേഹം കെനിയയിൽ ജോലി നോക്കുന്ന ആളാണ്, ദായിയായിട്ട്. ഇവിടെ വരുമ്പോഴെല്ലാം ഈ പള്ളിയിൽ ജുമഅത്ത് എത്താറുണ്ട്, നമ്മളോടൊക്കെ ആശയവിനിമയം നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു തൗഹീദിന്റെ ശബ്ദം മുഴങ്ങുന്ന പള്ളി ഉണ്ടായപ്പോൾ ആ പള്ളിയുടെ പ്രഥമ ഖുതുബ നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് വലിയ അടുപ്പമുണ്ട്. ആ അടുപ്പം അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളും അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീഴ്ചകൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയരാകുന്നവർ, ഇങ്ങനെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കട്ടെ. അവരുടെ ഓപ്പറേഷനുകൾ അല്ലാഹു വിജയപ്രദമാക്കി കൊടുക്കട്ടെ. പൂർണ്ണ സിഹ്ഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ മൂലവും മറ്റു നിലയിലും ഉണ്ടാകാവുന്ന കെടുതികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല സമാധാനത്തോടെയുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാനുള്ള സർവ്വ സാഹചര്യങ്ങളും അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا